ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. ആൻഡ് ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നല്ലൊരു RJ ആയിരുന്നു, നല്ല വെയിറ്റൊക്കെ കൂട്ടി സെറ്റൊക്കെ RJ ആയിരുന്നു. പക്ഷേ ആ RJ പോയി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു RJനെ നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 329 ലെവൽ RJനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വെയിറ്റാണ് 650 ഉള്ളൂ. മറ്റേത് 1000 സംതിങ് എന്തും ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒരു RJയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ എന്തായാലും RJനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ടൈം ചെയ്ത നമ്മുടെ റാപ്റ്ററും ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു ആർത്രോപ്ലൂറ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, മറ്റേ എന്തെന്നാണ്, ഒരു പഴുതാര പോലത്തെ ഒരു ജീവില്ലേ, ആ സംഭവത്തെ നമുക്ക് പിടിക്കണം. അത് കേവിലാണ് കൂടുതലും കാണുന്നത്. നമ്മുടെ നടുക്കത്തൊരു കേവ് ഉണ്ട്, അപ്പോൾ അവിടെ ചെല്ലണം. അതുപോലെ തന്നെ അവിടെ പോകുമ്പോൾ നമ്മൾ മെറ്റലിൻ്റെ സംഭവങ്ങളൊന്നും ഇടാൻ നിൽക്കരുത്. കാരണം ഈ ആർത്രോപ്ലൂറ മെറ്റൽ എന്ത് ഐറ്റംസ് ആണെങ്കിലും അത് പെട്ടെന്ന് പൊട്ടിച്ചളയും. അതിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈഡിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് പോയാൽ മതി. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ മെറ്റലിൻ്റെ ഐറ്റംസ് മൊത്തം മാറ്റട്ടെ. അണ്ണയ്ക്കും ഫുള്ള് മാറ്റണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് പോയാൽ മതി. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ നോർമൽ ഡ്രസ്സ് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിട്ടിട്ട് പോവാം. 1 2 3 4 5 ഓക്കെ. തൊപ്പി ക്രാഫ്റ്റ് ചെയ്തു, ഷൂ, പിന്നെ കയ്യിലിടുന്ന സാധനം, പിന്നെ എന്താണ് ഷർട്ട്, പാൻറ്റ്. ഓക്കെ, നമ്മൾ 4 ഐറ്റംസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം എക്യുപ്പ് ചെയ്യട്ടെ. ബാക്കി നമ്മുടെ ഇതായിട്ടില്ലല്ലേ. ബാക്കി നമ്മുടെ മെറ്റൽ ഐറ്റംസ് മൊത്തം ഞാൻ നമ്മുടെ സ്റ്റോറേജിനോട്ട് മാറ്റി വെക്കും. അതുപോലെ തന്നെ അതൊരു പാസീവ് ടൈമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താണ് നോക്ക് ചെയ്ത് അടിക്കുന്ന സംഭവമൊന്നും ആവശ്യമില്ല. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു സ്പോൾഡ് മീറ്റ് നമ്മുടെ സൂതിമോം എടുക്കണം. പിന്നെ നമുക്ക് സ്പോൾഡ് മീറ്റ് എടുക്കണം. കാരണം നമ്മുടെ ആർത്രോപ്ലൂറ പേര് പറയാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, നമുക്ക് സ്പോൾഡ് മീറ്റാണ് കൂടുതലും കഴിക്കുന്ന. അപ്പോൾ നമ്മൾ നേരെ കുറച്ച് സ്പോൾഡ് മീറ്റിനകത്ത് കാണണം. കാരണം ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യമുണ്ട് സ്പോൾഡ് മീറ്റ്. നമുക്കൊരു 100 മതിയല്ലേ, 200 എടുത്തേക്കാം. എന്നിട്ട് വെപ്പണൊക്കെ എടുത്ത് മാറ്റട്ടെ. ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റട്ടെ, ഇതൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സ്പോൾഡ് മീറ്റും വെച്ച് നമ്മുടെ സൂതിംബവും വെച്ച് ബാക്കിയെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ നമ്മുടെ സ്റ്റോറേജിനകത്ത് വെക്കട്ടെ. കാരണം ആ തോക്കൊക്കെ പോയി, ഇനിയിപ്പോൾ ആ തോക്ക് പോയാലും കുഴപ്പമില്ല. റിസോഴ്സ് നമുക്ക് ഈസിയാണ്. ഞാൻ നമ്മുടെ മലപ്പൊക്കത്ത് 10-20,000 എന്തോ മെറ്റലടിച്ച് കയറ്റിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് കിടന്ന് ആയിക്കോളും ഫുള്ള്. എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രി കഴിക്കാനുള്ള മറ്റേ ഷാഡോ സ്റ്റീക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ടെറേൻ്റെ മുകളിൽ കയറിയിട്ട് ആ കേവിൻ്റെ അടുത്തോട്ട് പോകണം. ഞാനപ്പോൾ എന്തായാലും കേവിൻ്റെ അടുത്ത് എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കേവിൻ്റെ അടുത്ത് നിന്നിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മൾ കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ കേവ്. നമ്മൾ അരാനിയനെ ഓൾറെഡി ഇവിടെ റീകോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടെറേനെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം. കാരണം ഒരു റാപ്റ്റർ നടക്കുന്നുണ്ടോ, ഇവിടെ നടക്കുന്നതാ. ആർജനെ കണ്ടു കഴിഞ്ഞാൽ ടെറേനെ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം കടിച്ച് തിന്നും. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കുമോ? ഓക്കെ, ഇവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റോപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ അരാനിയോൻ്റെ മേത്ത് കയറണം. എന്നിട്ട് നേരെ കേവിലോട്ട് കയറണം. ഇപ്പോൾ കേവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ലൊരു ഹൈ ലെവല് കണ്ടുപിടിക്കണം. ഇത് പാസീവ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഫുള്ളിരിട്ട് നമ്മളെന്തായാലും മറ്റേ ഷാഡോ സ്റ്റീക്ക് എടുത്ത് നന്നായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അരാനിയോൻ്റെ അരാനിയോനെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ കേവ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ തേളില്ല, അതിനെ വെച്ചിട്ടൊന്നും മീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്തോ സ്റ്റക്കാവെന്ന് തോന്നുന്നു തേളിനെ വെച്ച് കയറിക്കഴിഞ്ഞാൽ. കാരണം തേളിന് വീതി കൂടുതലല്ലേ. അരാനിന് മുമ്പ് ഏതായാലും ഇങ്ങനെ കയറി പോകും. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുകളിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടാവും ഈ സാധനം. അതാ നിൽക്കുന്നതാ, ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ എത്രയാണ്? ലെവൽ 30. അപ്പോൾ ഇതാണ് സംഭവം. നോക്കിയേ, കണ്ടത് ഈ നിൽക്കുന്ന മുകളിൽ കയറാൻ പറ്റല്ലേ. ഒരു നീലല്ല വയലറ്റ് കളർ സാധനം കണ്ട. അപ്പം അതിനെയാണ് നമുക്ക് പിടിക്കേണ്ടത്. താഴത്തോട്ട് പോയി നോക്കാം. എന്തായാലും ഈ ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. നമുക്ക് എന്തായാലും ഇവിടെ ഡെഡ് എൻഡ് ആണത്, നമുക്ക് വേറെ വഴി പോവാം. ഗൈസ്, അപ്പോൾ നമ്മളൊരു 110 ആർത്രോപ്ലൂറനെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ തന്നെ ടൈം ചെയ്യാം.
സ്പീഡ് സ്പോൾ ലിമിറ്റ് യൂസിങ് സൂതിങ് ബോം ടു ഫാസ്റ്റ് ടൈം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സൂതിങ് ബോം കൊടുക്കാം. ഓക്കെ, സൂതിങ് ബോം കൊടുത്തിട്ടുണ്ട്. 71% കേട്ടോ ഒരൊറ്റ ഇതിനകത്ത് തന്നെ. അപ്പം ഇവിടെ ഒരു 20, ഇത് 40-20 എന്തോ തോന്നുന്നു. ഓക്കെ, 20 കുറേ ചുറ്റി വന്നവിടെയാണ് ഞാൻ വീണ്ടും വന്ന്. എന്തായാലും ഈ 110 പിടിച്ചിട്ട് നമുക്ക് പോവാം. വെയിറ്റ് അൺടിൽ ഇറ്റ് ഹംഗ്രി അഗെയിൻ. ഗൈസ്, എന്തായാലും നമുക്ക് ഈ കേവിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ നമ്മുടെ തേളില്ലേ പൾമണോ സ്കോർപ്പിയോസ്, അതിനെ വെച്ചിട്ടൊന്ന് നോക്കണം. കാരണം തേളിനെ വെച്ചിട്ട് ഞാൻ കയറിയില്ലേ എന്നൊരു ഡൗട്ടായി എനിക്ക്. എന്തായാലും നമുക്ക് കയറി നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഡൗട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പോണ വഴിക്ക് നല്ല ഹൈവേയിൽ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? തൽക്കാലം ഇപ്പോൾ മതി. കേവ് ഡൈനോ കൊണ്ട് കുറഞ്ഞ ലെവലായാലും നമുക്ക് കുഴപ്പമില്ല. വേറെ ഡൈനോസ് ഒന്നും നമ്മളെ അറ്റാക്ക് ചെയ്യൂല. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 250 250 ലെവല്. അതിനിപ്പോൾ എന്തായാലും നമുക്ക് തെളിഞ്ഞെന്ന് ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ അരാനു ഇരിപ്പുണ്ട്. അരാനുവിൻ്റെ ലെവല് മറ്റേ മിലി ഡാമേജ് ആണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടിയേക്കണം. 1200 മിലി ഡാമേജ് ഉണ്ട് നമ്മുടെ അരാനുവിന്. ഇത് നമ്മുടെ മറ്റേ ഐസിൻ്റെ കേവില്ലേ ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതിനെ കൊണ്ടുപോയാണ് ഇത്രയും ലെവലായത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആർത്രോപ്ലൂറ സെക്കൻഡ് ഫീഡ് എടുത്തിരിക്കുകയാണ്. അല്ല, സെക്കൻഡ് ഫീഡിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഫൈനലി നമ്മുടെ ആർത്രോപ്ലൂറ അങ്ങനെ ടൈം ആകുമ്പോഴാണ് ഇത് ഞാനാണ് തിന്നത്. ഓക്കെ, ടൈംഡ് ലെവൽ 164 ആർത്രോപ്ലൂറ. ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകണം, കേവിൻ്റെ പുറത്തോട്ട് പോകണം. ഗൈസ്, അപ്പോൾ നമ്മൾ കേവിൻ്റെ പുറത്തെത്തി നമ്മുടെ ആർത്രോപ്ലൂറയും പിന്നെ അത് പൾമണോ സ്കോർപ്പിയോസിനെ ഞാൻ റീകോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും നമ്മൾ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം. നമ്മുടെ പൾമണോ സ്കോർപ്പിയോസിനെ വെച്ചിട്ട് നമുക്ക് കേവ് റൺ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. എന്തോരം ദൂരം പോവുമെന്ന് നോക്കണം ഈ സാധനം വെച്ചിട്ട്. ഇവിടം വരെ ബോൾ കേട്ടോ. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റക്കാവും. ആൻഡ് ഗൈസ്, പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും ഒരു ഏരിയയിൽ നമ്മുടെ തേളിൽ വെച്ച് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ബേസിലോട്ട് പോകണം. പിന്നെ നമുക്ക് നമ്മുടെ സാലഡ് ക്രാഫ്റ്റ് ചെയ്യണം. ഇതെന്തരായി അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വെട്ടം, ഇത് പുറത്ത് വരുമ്പോൾ രാത്രിയാണ്. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ബേസിലോട്ട് പോട്ടെ. ബേസിലോട്ട് പോയിട്ട് ഈ രണ്ടെണ്ണത്തെ നമ്മളെല്ലാവരെയും അവിടെ റീകോൾ ചെയ്യണം. എന്നിട്ട് സാലഡ് ക്രാഫ്റ്റ് ചെയ്യണം. സാലഡ് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ബേസിലെത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബേസിലോട്ട് പോട്ടെ. അതാണ് നെക്സ്റ്റ് പരിപാടി. ഗൈസ്, അപ്പോൾ നമ്മൾ ബേസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആർത്രോപ്ലൂറനെയും റീകോൾ ചെയ്ത് എല്ലാവരെയും റീകോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സാലഡ് ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ എൻഗ്രാംസിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ARTH ആർത്രോപ്ലൂറ. ഓക്കെ, ലെവൽ 54, ലെവൽ 54 നമ്മുടെ സാലഡ് അൺലോക്ക് ആവും. ഓക്കെ, ക്യാൻ ഓൺലി ക്രാഫ്റ്റഡ് ബൈ സ്മിത്തി. ഓക്കെ, നമുക്കപ്പോൾ സ്മിത്തി പോകണം. അപ്പോൾ അതിനകത്ത് ചെന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യണം നമുക്ക് ഈ സാധനം. അതിനെന്തൊക്കെ വേണം നോക്കട്ടെ. സാഡില് ആർത്രോപ്ലൂറ ഇതല്ലേ. ഹൈഡ്, മെറ്റലിങ്കോട്ട്, ഫ്ലിൻറ്റ്. ഒബ്സിഡിനൊക്കെ വേണോ ഈ സാധനത്തിനാ? നമുക്കപ്പോൾ എന്തായാലും അവിടെ പോകേണ്ടി വരും. നമ്മുടെ മലപ്പൊക്കത്ത് പോകേണ്ടി വരും. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സാഡിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടും വരട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ സാഡിലൊക്കെ ഞാൻ അവിടെ നിന്ന് സാഡിൽ ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് ഇടുന്ന മുതൽ കാണിച്ചില്ല. അല്ല, നമ്മളിന്ന് സാഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇതിൽ സംഭവിക്കണമല്ലേ ടാനറുകളപ്പോൾ നമ്മളെന്താ സാഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ഇതല്ലേ സാഡിൽ. യെസ്, നമുക്ക് 350 വേണം. ഓക്കെ, നമുക്കൊരു ഇത്രയും മേടിക്കാം. 20 ആമ്പർ ഇവിടെ തന്നെ ഇത്രയും കിട്ടും. ഇത്രയും 350. യെസ്. ഞാനിപ്പോഴാണ് ഓർത്തത് ഈ സാധനത്തിൻ്റെ കാര്യം, ഈ ടാനറിൻ്റെ കാര്യം ഇപ്പോഴാണ് ഓർത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ആർത്രോപ്ലൂറക്ക് സാഡിൽ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് സാഡിലാണല്ലോ, ഈ മൂലയ്ക്ക് മാത്രം വരുള്ളൂ. ഓക്കെ, എന്ത് ചെറുതാണിത് നമ്മളിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. നോക്കി ഏറ്റിക്കുമ്പോൾ ഈ സാധനം ചെറുതുപോലെ ഇല്ലേ. നമ്മൾ ഈ സാഡിൽ ഇതിൻ്റെ മേളിൽ റൈഡ് ചെയ്യാത്തപ്പോൾ നമ്മൾ ഇതെന്തോ ചെറിയ സാധനം പോലെ തോന്നുന്നു എനിക്ക്. പക്ഷേ ഇതിനകത്ത് കയറിയിരിക്കും. നോക്കി ഇങ്ങനെ ഇത്രയും വലുതാണുള്ളത്. ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നു. അതിപ്പോൾ സ്ലോ ആയാലും ഇതിനെ കൊണ്ട് നമ്മൾ വേറെ ഒന്നും പോകാനില്ലല്ലോ. പിന്നെ ചുമ്മാ ടൈം ചെയ്ത് നോക്കണ്ട നമ്മളെല്ലാത്തിനും. വെള്ളത്തിലെങ്ങനെ? വെള്ളത്തിൽ കരയിലും ഭയങ്കര സ്പീഡ് കുറവാണ് കേട്ടോ. അതായത് ഇതിൻ്റെ കാല് നോക്കി. ഓക്കേ, വെള്ളത്തിൽ കരയിനേക്കാളും സ്പീഡ് കുറവാണ്, ഒഴുകിപ്പോവും. നമുക്കെന്തായാലും കരയിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ, എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റാക്കൊക്കെ എങ്ങനെയാന്ന് നോക്കണം. എന്തൊക്കെ തരം അറ്റാക്ക് ഉണ്ട്, സെക്കൻഡറി അറ്റാക്ക് ഉണ്ടോ, അതെല്ലാം നമുക്ക് നോക്കണം. അത് നമുക്ക് ഈ കുട്ടി ഡോഡോനെ നോക്കാം. ആമക്കുട്ടനുണ്ട് കറക്റ്റ്. നമുക്ക് ആമക്കുട്ടൻ്റെ കയ്യിൽ സെക്കൻഡറി അറ്റാക്ക് നോക്കാം നമുക്ക് ഉണ്ടെങ്കിൽ.
ഓ സാധാ കൊത്തുന്ന ഒരു ഇതുള്ളൂ കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കൊത്തുന്ന 230 ഡോളോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊത്തുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നമ്മുടെ നോർമൽ അറ്റാക്ക്, ഇതാണ് നമ്മുടെ നോർമൽ അറ്റാക്ക്, കണ്ടില്ലേ? ഇതിങ്ങനെ കൊത്തു സാധനം, ഇത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് അറ്റാക്ക് ഉണ്ടാ അതെന്താ സാധനം, ഒരു മഞ്ഞ സാധനം തുപ്പിയതുണ്ടാ? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് കൊള്ളാലോ, എന്താ സംഭവം നോക്കട്ടെ, റൈറ്റ് ആക്കാം. നമുക്ക് ഈ ആമക്കുട്ടൻ്റെ അടുത്ത് തന്നെ നോക്കാം. തുപ്പ് 174, കൊള്ളാല, ആ സാധനം കൊള്ളാല. അമ്പേ എന്താണെന്ന് ആ ഒരു സംഭവം അത്, പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല എന്താ സാധനം എന്ന് അറിയാൻ പാടില്ല. ഒരു മഞ്ഞ സാധനം തുപ്പുന്നുണ്ട, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ സാധനം തുപ്പും. ആമ ഒഴുകി ഒഴുകി വെള്ളത്തിലോട്ട് പോകുന്നു, ഹെൽത്ത് കുറയാറായതുകൊണ്ട് ആമത ഒഴുകി ഒഴുകി പോകുന്നു വെള്ളത്തിലോട്ട്. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തുപ്പുന്നുണ്ട് ഈ സാധനം, പക്ഷേ എത്തുന്നില്ല എന്നുള്ളൂ, ആമക്കുട്ടന് കൊള്ളുന്നില്ല. നമുക്ക് ഒരു കടി വെച്ച് കൊടുക്കാം, അപ്പോഴേക്കും ആമക്കുട്ടൻ തീരും. എന്താ വെള്ളത്തിൽ നിന്ന് പോകുന്നു കടിക്കുന്നു. ഇതിനിപ്പോൾ വെള്ളത്തിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് അതെല്ലാം കരയിൽ കയറിയിട്ട് വേറെ ഏതെങ്കിലും ഡൈനോസിനെ നമുക്കിതിൻ്റെ എബിലിറ്റി നോക്കാം. എന്തായാലും ആ സാധനം കൊള്ളാമല്ലേ, ഇങ്ങനെ തുപ്പുന്ന് നോക്കുതാ, എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ തുപ്പല, കണ്ടില്ലേ? വായതൊരു മഞ്ഞ ഒരു സംഭവം തുപ്പുന്നു, ആസിഡ് വല്ലോണ. ഇതിൻ്റെ മുഖം നോക്കിയേ, 2 നീല കണ്ണ്. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും വേറെ ഏതെങ്കിലും ദിനോസറിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ. അപ്പുറത്തൊരു ട്രൈക്ക് ഉണ്ട്, ഞാനിപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഓക്കെ, പയ്യെ പയ്യെ സ്പീഡ് കുറവാണ്, നല്ല രീതിക്ക് കുറവാണ്. മൂവ്മെൻറ്റ് സ്പീഡ് എത്രയാണ്? 100 ഇതിൻ്റെ 120 മൂവ്മെൻറ്റ് സ്പീഡ്, ഇത്രയും കുറവാണല്ലേ. ഞാനിപ്പോൾ എന്തായാലും അപ്പുറത്തോട്ട് ഒന്ന് പോട്ടെ, ഈ ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ വരാട്ടാ. കുറച്ച് ടൈം എടുക്കും ഇതത് അല്ല നമ്മളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോയി എത്തുമ്പോഴേക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ട്രൈക്കിൻ്റെ മേലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. മറ്റേ മഞ്ഞ തുപ്പുന്ന സാധനം കണ്ടില്ലേ, 210 ലെവൽ ട്രൈക്ക്, ഒരു കുത്തു കൊടുക്കാം. കൊണ്ട് ഇതെന്താ സംഭവം? ഇത് നമുക്ക് മറ്റേ ടോർപിഡിറ്റി വില കൂടുതലായിട്ടുണ്ടോ? ഇല്ല, ഞാൻ വെച്ചാൽ മറ്റേ നമ്മുടെ തേള് ഇതേപോലെ തന്നെ കുത്തുമ്പോൾ മറ്റേ മയക്കം കൂടില്ലേ, ടോർപിഡിറ്റി കൂടില്ലേ, വിഷമുള്ള തുപ്പി വെക്കുന്ന, അപ്പം അതേപോലത്തെ ഒരു സംഭവം എന്ന് വിചാരിച്ച്. എന്തായാലും ഈ അറ്റാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഉണ്ട വിടുന്നു. പിന്നെ ഇത് മറ്റേ കേവ് ഡൈനോ ആയതുകൊണ്ട് ആരും തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല, അതുകൊണ്ട് പിന്നെ വലിയ വിഷയമൊന്നുമില്ല. 1500, 1600 അല്ല 1400 ഹെൽത്ത് സോറി മറ്റേ നമ്മുടെ എന്താണ് അറ്റാക്കിങ് ഡാമേജും കൊള്ളാൻ കേട്ടോ, പെട്ടെന്ന് കുറയുന്നുണ്ട്. മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മുടെ ട്രൈക്ക്. പിന്നെ കേവ് ഡൈനോസിനകത്ത് തിരിച്ചറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഏത് ലെവലാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. ആ ട്രൈക്ക് മിക്കവാറും ഇപ്പം തന്നെ തീരും. 552, 420, 300, 200, ഒരെണ്ണോടെ 102 കഴിഞ്ഞ്. യെസ്, ഫൈനലി നമ്മുടെ ട്രൈക്കും അങ്ങനെ തീർന്നിട്ടുണ്ട്. എന്തായാലും ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ സാധനത്തിന്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എന്തായാലും ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ആർക്കിൻ്റെ ഒരു കിടുക്കാച്ച എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ ബൈ.